കേരളത്തിൽ എപ്പോഴും ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് ഈ മുസ്ലിം സംവരണം. മുസ്ലിങ്ങൾക്ക് സംവരണത്തിൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ ഭയങ്കര പ്രബല വിഭാഗമാണ്. അവർക്കൊന്നും സംവരണം കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് മനസ്സിലാവാറില്ല അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നത്. റിസർവേഷൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിനെപ്പറ്റി നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. ബേസിക് അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികളെ പ്രബലമായിട്ടുള്ള പ്രിഫേർഡ് പൊസിഷൻസിലേക്ക് എത്തിക്കാനുള്ള ഒരു ആൻറ്റി ഡിസ്ക്രിമിനേറ്ററി നയമാണ്. ഇതിനെപ്പറ്റി അശ്വിനി ദേശ്പാണ്ഡെ എഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിൻ്റെ പേര് ഹാൻഡ് ബുക്ക് ഓൺ എക്കണോമിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻ. ഇതിൻ്റെ 23ാമത്തെ ചാപ്റ്ററിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഡേറ്റ ഇവർ കൊടുക്കുന്നുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ആനുവൽ ഇൻകം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ മുസ്ലിം വിഭാഗമാണ് ഏറ്റവും കുറവ് ആനുവൽ ഇൻകം ഉള്ളത്. ബാക്കി ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാട്ടിലും പിറകിലാണ് ആനുവൽ ഇൻകത്തിൽ. ഇനി നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ആളുകൾ, സ്ഥിര വരുമാനമുള്ള ജോലിയുള്ള വിഭാഗം, ഇവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയെക്കാളും കുറച്ച് മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സെക്കൻഡ് ലാസ്റ്റാണ്. എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സ് ഉള്ളത്. ഒന്നാലോചിച്ച് നോക്കുക, ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സ് ഉള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് കേരളത്തിൽ. ഈ പ്രബല വിഭാഗം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സ് ഉള്ളത് മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ്. ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സിനപ്പുറം യൂത്ത് ആയിട്ടുള്ള പിള്ളേർ, അതായത് 21 29 വയസ്സിനിടയിലുള്ള യൂത്തായിട്ടുള്ള പിള്ളേർ എടുക്കുമ്പോൾ അതിലും ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സ് ഉള്ളത് മുസ്ലിം വിഭാഗത്തിൽ തന്നെയാണ്. അതായത് ടോട്ടൽ പോപ്പുലേഷനിലും ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സ് ഉള്ളത് മുസ്ലിം വിഭാഗമാണ്. ഇപ്പോൾ 21 29 വയസ്സിനിടയിലുള്ള ആളുകൾ എടുക്കുമ്പോൾ അതിലും ഏറ്റവും കുറവ് ഗ്രാജുവേറ്റ്സ് ഉള്ളത് മുസ്ലിം വിഭാഗമാണ്. ഇനി ഗവൺമെൻറ് ജോലി എടുത്താലും ഏറ്റവും കുറവ് റെപ്രസെൻറ്റേഷൻ, അതായത് ജനസംഖ്യാ അനുപാതം എന്ന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഗവൺമെൻറ് ജോലികൾ റെപ്രസെൻറ്റഡ് ആയിരിക്കുന്നതും മുസ്ലിം വിഭാഗമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ആനുവൽ ഇൻകത്തിൽ ഏറ്റവും പുറകെ, സാലറീഡ് ഇൻകത്തിൽ ജസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിനേക്കാട്ടിലും കുറച്ചും കൂടെ മെച്ചം എന്ന് മാത്രം, സെക്കൻഡ് ലാസ്റ്റ്. ഗ്രാജുവേഷനിൽ പുറകിൽ, യൂത്തായിട്ടുള്ള ആളുകളുടെ ഇടയിലുള്ള ഗ്രാജുവേഷൻ്റെ നിരക്കിൽ പുറകിൽ, ഗവൺമെൻറ് ജോലികളുടെ റെപ്രസെൻറ്റേഷനിൽ ഏറ്റവും പുറകിൽ. അപ്പോൾ ഈ വിഭാഗത്തിലുള്ള മനുഷ്യർ അർഹരല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അർഹരായിട്ടുള്ള പിന്നെ ആരൊക്കെയാണ് ഉള്ളത്? നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ബാക്ക്വേർഡ്നെസ് അനുഭവിക്കുന്ന ഏതൊരു വിഭാഗത്തിനും സംവരണം കൊടുക്കുക എന്നത് തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ എഡ്യൂക്കേഷനിൽ പിറകെ നിൽക്കുന്നു, ഇവർ ഇൻകത്തിൽ പിറകെ നിൽക്കുന്നു, ഇവർ ഗവൺമെൻറ് ജോലികളിൽ പിറകെ നിൽക്കുന്നു. എല്ലാ മനുഷ്യൻ്റെ ഡെവലപ്മെൻ്റൽ അഥവാ ഒരു മുന്നോട്ട് വരേണ്ട എല്ലാ ഫീച്ചേഴ്സിലും ഇവർ പിറകെ നിൽക്കുമ്പോൾ ഇവർക്ക് സംവരണം കൊടുക്കേണ്ട, ഇവർ പ്രബല വിഭാഗമാണ്, ഇവർക്ക് അർഹതയില്ല എന്ന് പറയാൻ എന്ത് മാനദണ്ഡമാണ് നിങ്ങൾ എടുക്കുന്നത്? അതൊന്ന് അറിഞ്ഞാൽ എനിക്ക് കൊള്ളായിരുന്നു.